പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, തിരുവചന പദസാരത്തിൻ്റെ 114 എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. സാധാരണഗതിയിൽ നമ്മൾ പദങ്ങൾ ബൈബിളിൻ്റെ മൂലഭാഷകളായ ഹീബ്രു, ഗ്രീക്ക്, അരമായ അതിലെ പദങ്ങളാണ് പഠിക്കാറ്, പദങ്ങളും പ്രയോഗങ്ങളും. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ജെറമിയ പ്രവാചകൻ്റെ ഗ്രന്ഥത്തിലുള്ള ഏക അരമായ വാക്യം, അത് ആ വാക്യം മുഴുവനും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വച്ചു തരികയാണ്. അത് ജെറമിയായുടെ പുസ്തകം 10-ാം അധ്യായം 11-ാം വാക്യമാണ്. നമ്മുടെ തിരുവചന പദസാരത്തിൻ്റെ 104-ാം എപ്പിസോഡിൽ നമ്മൾ ഒരു അരമായ പ്രയോഗം പഠിച്ചു കുറേ നാളുകൾക്ക് മുൻപ്. അത് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ളതായിരുന്നു. അരമായ നമുക്കറിയാം, ഈശോ സംസാരിച്ച ഭാഷയാണ്. ബൈബിളിലുള്ള അരമായ ഭാഗങ്ങൾ 200-ലേറെ വാക്യങ്ങൾ, ആ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് അരമായ സ്ക്രിപ്റ്റിലാണ്, ലിപിയിലാണ്. അത് പലസ്തീനിയൻ അരമായയാണ്. അതാണ് ഈശോ സംസാരിച്ച അരമായ ഭാഷ. അപ്പോൾ 104-ാം എപ്പിസോഡിൽ നമ്മൾ ഒരു പ്രയോഗം കണ്ടു എങ്കിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വാക്യമാണ്. അദ്ദേഹം വിശുദ്ധൻ തന്നെയാണ്. ജെറമിയ പ്രവാചകൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് 10-ാം അധ്യായം 11-ാം വാക്യം. ഞാനത് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം മൂലഭാഷയിൽ. കിദ്നാ തെമറൂൻ ലഹും യലഹയ്യാ ദീശമയ്യാ വഅർഖാ ലാ അവദു യേ അവദു മേ അർറ ഉമിൻത് ഹോത്ത ഷമയ്യാ യല്ലേ. ഒരിക്കൽ കൂടി നമുക്കത് കേൾക്കാം. ഈശോ സംസാരിച്ച അരമായ ഭാഷ നമുക്ക് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. കിദ്നാ തെമറൂൺ ലഹോം. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? കിദ്നാ തെമറൂൺ ലഹോം, നിങ്ങൾ അവരോട് ഇങ്ങനെ പറയണം. എലഹയ്യ പ്ലൂരലാണ്, എലഹായുടെ പ്ലൂരലാണ്. ദൈവങ്ങൾ എലഹയ്യ ദീഷ്മയ്യ വ അർഖാ ലാ അവദു. ഭൂമിയും ആകാശവും ഭൂമിയും സൃഷ്ടിക്കാത്ത ദൈവങ്ങൾ, അതാണ് എലഹയ്യ ദീഷ്മയ്യ വ അർഖാ ലാ അവദു. ഇനിയുള്ളതാണ് രസകരം. ഏ വധു അവർ നശിക്കും. അബദ്. അപ്പോൾ ആകാശവും ഭൂമിയും സൃഷ്ടിക്കാത്ത ദൈവങ്ങൾ നശിക്കും, അല്ലെങ്കിൽ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കാത്ത ദൈവങ്ങൾ നശിക്കും. എങ്ങനെ? മേ അർ ആഉമിൻത് ഹോതുഷമയ്യാ എല്ലേ. എന്താ അവിടെ പറയുന്നത്? ഭൂമിയിൽ നിന്നും ആകാശത്തിൻ്റെ കീഴിൽ നിന്നും ഇവ നശിക്കും. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം അത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. ജെറമിയായുടെ ഗ്രന്ഥത്തിലെ 10-ാം അധ്യായം 11-ാം വാക്യം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക്
POC പരിഭാഷയിൽ നിന്ന് വായിക്കുകയാണ്. നീ അവരോട് പറയുക, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സ്രഷ്ടാക്കളല്ലാത്ത ദേവന്മാർ ഭൂമിയിൽ നിന്ന് ആകാശത്തിന് കീഴിൽ നിന്ന് തിരോഭവിക്കും. ഇതാണ് POC പരിഭാഷ. ഈ ഒരു വാക്യം മാത്രം ജെറമിയ പ്രവാചകൻ്റെ ഈ ഇത്രയും അധ്യായങ്ങൾ, 52 അധ്യായങ്ങൾ ഉള്ളതിൽ ഈ ഒരു അധ്യായത്തിൽ, 10-ാം അധ്യായത്തിൽ ഒരു വാക്യം മാത്രം, 11-ാം വാക്യം മാത്രം അരമായ ഭാഷയിൽ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. അതിന് വിവിധങ്ങളായ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് ബൈബിൾ പഠിതാക്കൾ. ഒന്നാമത്തെ ഉത്തരം, അത് ബാബിലോൺ വിപ്രവാസത്തിന് ശേഷം ജെറമിയായുടെ ഹീബ്രു ടെക്സ്റ്റിലേക്ക് ആ വിപ്രവാസ അനുഭവത്തെ അനുസ്മരിപ്പിക്കാനും അത് സ്ഥായിയായി നിലനിർത്താനും വേണ്ടി ജെറമിയായുടെ ഹീബ്രു ടെക്സ്റ്റിലേക്ക് അരമായ ഭാഷയിലുള്ള ഈ ഒരു വാക്യം പിന്നീട് അത് ചേർത്ത് വച്ചതാണ് എന്ന് ഒരു അഭിപ്രായം. മറ്റൊരഭിപ്രായം, ബാബിലോൺ വിപ്രവാസത്തിലേക്ക് പോകുന്നതിന് മുൻപ് ബാബിലോണിലെ ഭാഷയായ അരമായ ഭാഷയിൽ ഒരു സെൻറ്റൻസ് ഇവരെ പഠിക്കുന്നു. എന്തിനു വേണ്ടി? അവിടെ ചെല്ലുമ്പോൾ അവർക്ക് വലിയ പ്രലോഭനം ഉണ്ടാകും. ബാബിലോൺകാരിൽ നിന്നുള്ള പ്രലോഭനം. എന്താണ് ആ പ്രലോഭനം? സത്യദൈവത്തെ വിട്ടുപേക്ഷിച്ച് അവരുടെ വിഗ്രഹങ്ങളെ ആരാധിക്കാനുള്ള പ്രലോഭനം. ആ പ്രലോഭനത്തെ ചെറുത്തു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ജെറമിയ അരമായ ഭാഷയിൽ ഇത് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മൂന്നാമത് ഒരു അഭിപ്രായമുണ്ട്. കുറെ കൂടി ഭാവാത്മകമായ ഒരഭിപ്രായമാണ് അത്. ഒന്നാമത്, ജെറമിയ പ്രവാചകൻ അതിശക്തമായി ജെറൂസലമിൻ്റെ നാശത്തെക്കുറിച്ച്, ഇസ്രായേല്യർ വിപ്രവാസത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു. വിപ്രവാസത്തിന് മുൻപേ തന്നെ വിപ്രവാസത്തെക്കുറിച്ച് പ്രവചിച്ച ആ പ്രവാചകന് തൻ്റെ കൺമുൻപിൽ വിപ്രവാസികൾ ജെറൂസലമിൽ നിന്ന് ബാബിലോണിലേക്ക് പോകുന്ന കാഴ്ച നേരിട്ട് കാണേണ്ട ഗതികേട് ആ പ്രവാചകന് ഉണ്ടായി എന്നതാണ്. പക്ഷേ ഈ പ്രവാചകൻ താൻ പറഞ്ഞ കാര്യങ്ങൾ നടന്നിരിക്കും എന്നുള്ളതിൻ്റെ ഉറപ്പായി തൻ്റെ പ്രവചനത്തിൽ അരമായ ഭാഷയിലുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി അദ്ദേഹം തന്നെ പറഞ്ഞു വച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ തീർച്ചയായും സംഭവിക്കും, അതിനുള്ള ഒരു അടിവരയിടലായിരുന്നു ഈ അരമായ ഭാഷയിലുള്ള ഈ വാക്യം ജെറമിയായുടെ ഭാഗത്ത് നിന്ന് എന്നതാണ് മൂന്നാമത്തെ കാഴ്ചപ്പാട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഹെബ്രായ സംസാരിക്കുന്ന ഇസ്രായേൽക്കാർക്ക് അരമായ ഭാഷയിൽ ഒരു വാക്യം പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ കാമ്പും കഴമ്പും എന്താണ്? അത് നിങ്ങൾ ബാബിലോണിലേക്ക് വിപ്രവാസികളായി പോകുമ്പോഴും നിങ്ങൾ കൂടെ കൊണ്ടുപോകുന്നത് സത്യദൈവത്തെയാണ്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കാത്ത ദൈവങ്ങളുണ്ടല്ലോ, ആ സൃഷ്ടിക്കാത്ത ദൈവങ്ങൾ അവ ദൈവങ്ങളേ അല്ല. എന്നാൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഒരേ ഒരു കർത്താവ്, അത് ദൈവം തമ്പുരാൻ യാവേ, ഇസ്രായേലിനെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച കർത്താവ്, ആ കർത്താവാണ് ഏക സത്യദൈവം. പ്രിയപ്പെട്ടവരെ, അത് 10-ാം അധ്യായത്തിൽ, ജെറമിയ 10-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുമുണ്ട്. 9-ാം വാക്യത്തിൽ വിഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് 10-ാം വാക്യത്തിൽ എന്നാൽ കർത്താവാണു സത്യദൈവം,
ജീവിക്കുന്ന ദൈവവും നിത്യനായ രാജാവും അവിടുന്ന് മാത്രം. അവിടുത്തെ ഉഗ്രകോപത്തിൽ ഭൂമി നടുങ്ങുന്നു. അവിടുത്തെ കോപം താങ്ങാൻ ജനതകൾക്കാവില്ല. അതിൻ്റെ അർത്ഥം എന്താ? എന്നിട്ടാണ് 11-ാം വാക്യം അരമായ ഭാഷയിലുള്ള. അതിൻ്റെ അർത്ഥം എന്താ? ബാബിലോൺ സത്യദൈവത്തിനു മുന്നിൽ വെറും കീടം മാത്രം. നടുങ്ങി വിറയ്ക്കും ബാബിലോൺകാർ സത്യദൈവത്തിനു മുന്നിൽ. അതുകൊണ്ട് നിങ്ങൾ അവിടെ ചെന്ന് പുലിമടയിൽ ചെന്ന് പുലിയെ പിടിക്കാനാ. പുലിമടയിൽ ചെന്ന് അവിടെ ചെന്ന് അവരുടെ ഭാഷയിൽ നിങ്ങൾ സത്യദൈവത്തെ പ്രഘോഷിക്കുക. അതിനു വേണ്ടിയുള്ള ഒരുക്കമായിട്ടാണ് ജെറമിയ 10:11 പ്രത്യേകിച്ച് റൈഡ് പോലെയുള്ള ബൈബിൾ പണ്ഡിതന്മാർ അതിസുന്ദരമായിട്ട് വ്യാഖ്യാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അരമായ ഭാഷയിൽ ജെറമിയ പ്രവാചകൻ്റെ ഗ്രന്ഥത്തിലുള്ള ഏക വാക്യം 10:11, ആ വാക്യം മാത്രമാണ് നമ്മൾ കണ്ടത്. ഈശോ സംസാരിച്ച അരമായ ഭാഷ നമ്മൾ വായിച്ചു കേട്ടു. അതിൻ്റെ അർത്ഥം നമ്മൾ വ്യാഖ്യാനിച്ചു. വ്യത്യസ്ത അർത്ഥങ്ങളും ഏറ്റവും ഭാവാത്മകമായ അർത്ഥവും നമ്മൾ കണ്ടു. അരമായ ഭാഷ പഠിക്കാനായി നമുക്ക് താല്പര്യമുണ്ടാകട്ടെ. ഈശോ സംസാരിച്ച ഭാഷ, ഒപ്പം ജെറമിയായുടെ ആ ഭാവാത്മകമായ നിലപാട്, പുലിമടയിൽ ചെന്ന് പുലിയെ നേരിടുക, ബാബിലോൺകാരുടെ നാട്ടിലേക്ക് വിപ്രവാസികളായി പോകുമ്പോൾ പോലും ആ കെരിഗ്മ പ്രസംഗിക്കുക, അവിശ്വാസികളോട് ദൈവത്തെക്കുറിച്ച്, സത്യദൈവത്തെക്കുറിച്ച് പ്രഘോഷിക്കുക, കെരിഗ്മാറ്റിക് പ്രൊക്ലമേഷൻ. അതാണ് ജെറമിയ 10:11. ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് നമസ്കാരം. വചനപദസാരം തിരുവചനപദസാരം തിരുവചനപദസാരം